ലേൺ ഫാസ്റ്റ് എഡ്യൂക്കേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 പരീക്ഷയിൽ വിവിധ ജില്ലകളിലായി 1, 2, 3, 4, 5 റാങ്കുകൾ ഉൾപ്പെടെ 55 റാങ്കുകൾ നേടി കേരളത്തിലെ ഏറ്റവും കൂടുതൽ റാങ്കുകൾ കരസ്ഥമാക്കിയ ലേൺ ഫാസ്റ്റ് എഡ്യൂക്കേറ്റ് വീണ്ടും ചരിത്രം ആവർത്തിക്കുവാനായി ഈ വരുന്ന ജാനുവരി 10-ന് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 തസ്തികയിലേക്കുള്ള ഓൺലൈൻ കോച്ചിംഗ് ആരംഭിക്കുകയാണ്. ഓൺലൈൻ കോച്ചിങ്ങിന്റെ ഭാഗമായി വരുന്ന കൊമേഴ്സിലെ ആദ്യത്തെ ക്ലാസ് ആണിത്. ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുൻപായി സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്തമാറ്റിക്സ്, കൊമേഴ്സ്, എക്കണോമിക്സ് എന്നീ വിഷയങ്ങൾ പ്രധാന വിഷയമായി വരുന്ന PSC പരീക്ഷകളിൽ ലേൺ ഫാസ്റ്റ് എഡ്യൂക്കേറ്റ് നേടിയ നേട്ടങ്ങളെ കുറിച്ച് കുറച്ച് നിമിഷങ്ങൾ. സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഓൺലൈൻ കോച്ചിങ്ങിന്റെ ഭാഗമായ കൊമേഴ്സിലെ ആദ്യത്തെ ക്ലാസിന്റെ സെക്കൻഡ് പാർട്ടാണിത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ ആ ഒരു ക്ലാസ് കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു ക്ലാസ്സിലേക്ക് കടക്കുക കേട്ടോ. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് മാനേജ്മെന്റ് എന്ന് പഠിച്ചിരുന്നല്ലേ, എന്താണ് മാനേജ്മെന്റിന്റെ പല ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ കണ്ടിരുന്നു. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ മാനേജ്മെന്റ് ഒരു ആർട്ടാണോ, ഒരു സയൻസ് ആണോ, ഒരു പ്രൊഫഷൻ ആണോ, ഇതിനെക്കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളുടെ സിലബസിലും എടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. മാനേജ്മെന്റ് എന്ന കോൺസെപ്റ്റിനെ പറ്റിയിട്ട് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്താണ് ഈ മാനേജ്മെന്റ് എന്ന് പറയുന്നത്? പല ആംഗിളിൽ നിന്നുകൊണ്ട് പല രീതിയിലാണ് ആളുകൾ ഈ മാനേജ്മെന്റ് എന്ന കോൺസെപ്റ്റിനെ വിലയിരുത്തുന്നത്. എന്താണ് ഈ മാനേജ്മെന്റിന്റെ ആക്ച്വൽ നേച്ചർ, ബേസിക് നേച്ചർ എന്താണ്? ചില ആളുകൾ പറയുന്നത് മാനേജ്മെന്റ് ഒരു കലയാണ്, ഒരു ആർട്ടാണെന്നാണ്. മറ്റു ചിലർ പറയുന്നത് മാനേജ്മെന്റ് ഒരു സയൻസ് ആണ് എന്നാണ്, സയൻസ്. മറ്റു ചിലർ പറയുന്നത് മാനേജ്മെന്റ് ഒരു പ്രൊഫഷൻ ആണ് എന്നാണ്. ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് അത് തന്നെയാണ്. അത് നമ്മൾക്ക് മാനേജ്മെന്റ് ഒരു കലയാണോ, ഒരു ആർട്ടാണോ എന്ന് നോക്കാം. ആർട്ട് എന്ന് പറയുന്നത് നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വാക്കാണ് അല്ലെ. നിങ്ങൾ പലർക്കും പല കലാപരമായിട്ടുള്ള കഴിവുകളൊക്കെ ഉണ്ടാവും. ചിലർക്ക് ഡാൻസ് ചെയ്യാൻ അറിയാം, ചിലർക്ക് പാട്ട് പാടാനുള്ള കഴിവുകളുണ്ടാവും, ചിലർക്ക് പെയിന്റിങ്, ഡ്രോയിങ്സ് ചെയ്യാനൊക്കെയുള്ള കഴിവുകൾ ഉണ്ടാവും. അപ്പൊ നമ്മളുടെ ഇവിടുത്തെ ചോദ്യം, ഈ ഒരു മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ആർട്ടാണോ, ഒരു കലയാണോ എന്നതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നോക്കേണ്ടത്, ഒരു ആർട്ട് എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ ഡിസിപ്ലിനെ നമ്മൾ ആർട്ട് എന്ന കാറ്റഗറിയിൽ ആർട്ടാണെന്ന് പറയണം എന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് സവിശേഷതകളൊക്കെ ഉണ്ടായിരിക്കണം അല്ലെ. അപ്പോൾ എന്താണ് ആർട്ടിന്റെ ബേസിക് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില സവിശേഷതകൾ എന്ന് ആദ്യം നമുക്ക് നോക്കാം. Art is the skillful and personal application of existing knowledge to achieve desired result. ഒരു വ്യക്തിയുടെ കഴിവും അറിവും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു ഉദ്ദേശിച്ച ഫലം അല്ലെങ്കിൽ ആഗ്രഹിച്ച ഒരു റിസൾട്ട് നേടിയെടുക്കുന്നതിനെയാണ് നമ്മൾ ആർട്ട് എന്ന് പറയുക. അതായത് നിങ്ങൾക്കൊരു നോളജ് ഉണ്ട്, ഒരു അറിവുണ്ട്, അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്കില്ല് കൂടി ഉണ്ടാവും, നിങ്ങൾക്കൊരു കഴിവ് കൂടി ഉണ്ടാവും. ഇതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ച ഒരു റിസൾട്ട് നേടിയെടുക്കുന്നതിനെയാണ് നമ്മൾ ആർട്ട് എന്ന് പറയുക. ഒരു ആർട്ടിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? എക്സിസ്റ്റൻസ് ഓഫ് തിയോറിറ്റിക്കൽ നോളജ്. ഏതൊരു ആർട്ട് എടുത്താലും അതിൽ തിയറിറ്റിക്കൽ നോളജിന്റെ ഒരു സാന്നിധ്യം ഉണ്ടാകും അല്ലെ. ഈ തിയറിറ്റിക്കൽ നോളജ് അല്ലെങ്കിൽ ഈ അറിവ് ഡെവലപ്പ് ചെയ്യുന്നത് അനുഭവങ്ങളിലൂടെയാണ്. ഏതെങ്കിലും ഒരു മേഖലയിലുള്ള ആ ഒരു വിദഗ്ധര് അവരുടെ മുൻകാല അനുഭവങ്ങളിൽ നിന്ന് ആർജിച്ചെടുത്തിട്ടുള്ള പല അറിവുകളും പല അനുഭവങ്ങളും പല സ്ഥലങ്ങളിലായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഇപ്പൊ നൃത്തമായാലും സംഗീതമായാലും അതിനെ പറ്റിയുള്ള ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള തിയറിറ്റിക്കൽ നോളജ് ആണ് ഒരു കലയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ എക്സിസ്റ്റൻസ് ഓഫ് തിയറിറ്റിക്കൽ നോളജ് ആണ് ആർട്ടിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആദ്യത്തെ ഒരു സവിശേഷത. അതുപോലെ പേഴ്സണലൈസ്ഡ് ആപ്ലിക്കേഷൻ. ഒരു ആർട്ടിന്റെ ഈ തിയറിറ്റിക്കൽ നോളജ് മാത്രം പോരാല്ലേ, ആ ഒരു ആർട്ട് നമ്മൾക്ക് പ്രസന്റ് ചെയ്യണം. ഈ തിയറിറ്റിക്കൽ നോളജ് ഉപയോഗിച്ചുകൊണ്ട് ഈ ആർട്ടിനെ പ്രസന്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഒരേപോലെയാണോ പ്രസന്റ് ചെയ്യുക? അല്ല. ഒരു വ്യക്തിയുടെ കഴിവിനും അറിവിനും അനുസരിച്ച് നമ്മൾ ആർട്ടിനെ പ്രസന്റ് ചെയ്യുന്ന രീതിയും ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പൊ തിയറിറ്റിക്കൽ നോളജ് അപ്ലൈ ചെയ്യുന്ന രീതിയും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അവിടെ ഒരു പേഴ്സണലൈസ്ഡ് ആപ്ലിക്കേഷൻ ആണ് വരുന്നത്. എല്ലാവരും പല രീതിയിലാണ് അത് അപ്ലൈ ചെയ്യുന്നതും പ്രസന്റ് ചെയ്യുന്നതും ഒക്കെ. അതുപോലെ ബേസ്ഡ് ഓൺ പ്രാക്ടീസ് ആൻഡ് ക്രിയേറ്റിവിറ്റി. ഈ ആർട്ട് എന്ന് പറയുന്നത് പ്രാക്ടീസിലൂടെ മെച്ചപ്പെടുത്താൻ പറ്റുന്ന ഒന്നാണ്. അതുപോലെ ഈ ഒരു ക്രിയേറ്റിവിറ്റി ആയിരിക്കും ഏതൊരു ആർട്ടിനെയും
വ്യത്യസ്തമാക്കുന്നത് അല്ലെങ്കിൽ യുണീക്ക് ആക്കുന്നതും ഈ ഒരു ക്രിയേറ്റിവിറ്റിയാണ്. അപ്പോൾ ബേസിക് ആയിട്ട് ആർട്ടിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഫീച്ചേഴ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്കറിയേണ്ടത് ഈ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ആർട്ടാണോ എന്നാണ്. നമുക്ക് നോക്കാം. എക്സിസ്റ്റൻസ് ഓഫ് തിയററ്റിക്കൽ നോളജ് ഒരു ഫീച്ചർ ആണ് അല്ലെ ആർട്ടിന്റെ. മാനേജ്മെന്റിന് അതുപോലെ തിയററ്റിക്കൽ നോളജ് ഉണ്ടോ? ഉണ്ട്. ഒരുപാട് മാനേജ്മെന്റ് തിങ്കേഴ്സ്, ഒരുപാട് തിയറീസ്, തിയററ്റിക്കൽ നോളജ് ഈ ഒരു മാനേജ്മെന്റിനും അടിസ്ഥാനമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അടിസ്ഥാനമായിട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. ഇപ്പം നമ്മളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് ഒരുപാട് ടെക്സ്റ്റ് ബുക്സ് അവൈലബിൾ ആണ്. ഒരുപാട് മാനേജ്മെന്റ് തിങ്കേഴ്സിന്റെ പ്രിൻസിപ്പിൾസും തിയറീസും ഒക്കെ നമ്മൾക്ക് ഇപ്പോൾ ലഭ്യമാണ്. ഈ തിയറീസിന്റെയും ഈ പ്രിൻസിപ്പിൾസിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് എല്ലാ മാനേജേഴ്സും ഇപ്പോൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പറയാം ഈ ഒരു മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിലും തിയററ്റിക്കൽ നോളജിന്റെ സാന്നിധ്യമുണ്ട്, അല്ലെങ്കിൽ തിയററ്റിക്കൽ നോളജിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മാനേജ്മെന്റ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. അതുപോലെ പേഴ്സണലൈസ്ഡ് ആപ്ലിക്കേഷൻ ആയിരുന്നു മറ്റൊരു സവിശേഷത അല്ലെ. നോക്കിക്കഴിഞ്ഞാൽ മാനേജേഴ്സ് ആയാലും ഈ പ്രിൻസിപ്പിൾസ്, മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ്, മാനേജ്മെന്റ് തിയറി ഒക്കെ പഠിച്ച ശേഷം അവർ അവരുടേതായിട്ടുള്ള ഒരു യുണീക്ക് മാനറിൽ തന്നെയാണ് ഈ ഒരു മാനേജ്മെന്റ് നടത്തുന്നത്. കാരണം എല്ലാ സ്ഥാപനങ്ങളും പല ഡിഫറെന്റ് സ്ഥാപനങ്ങളാണ്. ഓരോ സ്ഥാപനങ്ങൾക്കും ഡിഫറെന്റ് ബിസിനസ് എൻവയോൺമെന്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഓരോ മാനേജേഴ്സും അവരുടേതായിട്ടുള്ള രീതിയിലായിരിക്കും ഈ ഒരു പ്രിൻസിപ്പിൾസ് ഒക്കെ അപ്ലൈ ചെയ്യുക. എല്ലാവരും ഒരേപോലെയാണോ മാനേജ്മെന്റ് നടത്തുന്നത്? അല്ല അല്ലെ. അപ്പോൾ അവിടെ പേഴ്സണലൈസ്ഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന സവിശേഷതയും മാനേജ്മെന്റിന് വരുന്നുണ്ട്. അതുപോലെ എ സക്സസ്ഫുൾ മാനേജർ റിക്വയർസ് ക്രിയേറ്റിവിറ്റി, ഇമാജിനേഷൻ, ഇനിഷ്യേറ്റീവ് ആൻഡ് ഇന്നോവേഷൻ. അതുപോലെ മാനേജർ അച്ചീവ്സ് പെർഫെക്ഷൻ ആഫ്റ്റർ ലോങ് പ്രാക്ടീസ്. ആർട്ടിന്റെ കേസിൽ നമ്മൾ പറഞ്ഞിരുന്നു, പ്രാക്ടീസ് ആ ഒരു ആർട്ടിനെ മെച്ചപ്പെടുത്തുന്നു, ക്രിയേറ്റിവിറ്റി ആ ഒരു ആർട്ടിനെ യുണീക്ക് ആക്കുന്നു, വ്യത്യസ്തമാക്കുന്നു നമ്മൾ പറയുന്നത് അല്ലേ. അതേപോലെ തന്നെയാണ് ഒരു മാനേജർ, നല്ലൊരു മാനേജർ ആവണമെന്നുണ്ടെങ്കിൽ മാനേജർക്ക് ക്രിയേറ്റിവിറ്റി ഉണ്ടായിരിക്കണം, ഇമാജിനേഷൻസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഒരു മാനേജറിന് ഒരുപാട് നാൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ, ഒരുപാട് നാളത്തെ എക്സ്പീരിയൻസ് കിട്ടുന്നതിലൂടെ മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് എത്രയും നല്ലതായിട്ട്, വളരെ മനോഹരമായിട്ട് ആ ഒരു മാനേജർക്ക് ആ ഒരു മാനേജ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ആർട്ടിന് പറഞ്ഞിട്ടുള്ള എല്ലാ സവിശേഷതകളും ഈ ഒരു മാനേജ്മെന്റിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ, മാനേജ്മെന്റും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു കലയാണ്, മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ആർട്ടാണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. ഇനി മാനേജ്മെന്റ് ഒരു സയൻസ് ആണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് സയൻസ് എന്ന് പറയുന്നത്? സയൻസ് സിസ്റ്റമറ്റൈസ്ഡ് ബോഡി ഓഫ് നോളേജ് ദാറ്റ് എക്സ്പ്ലെയിൻ സർട്ടൻ ജനറൽ ട്രൂത്ത്സ് ഓർ ദി ഓപ്പറേഷൻസ് ഓഫ് ജനറൽ റൂൾസ്. ചില പൊതു നിയമങ്ങളുടെയും വസ്തുതകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ കാര്യകാരണ സഹിതം വിശദീകരിക്കാൻ കഴിയുന്ന ഒരു ശാഖയാണ്, ഒരു വിജ്ഞാന ശാഖയാണ് ഒരു സയൻസ് എന്ന് പറയുന്നത്. ചില പൊതു നിയമങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ, വസ്തുതകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് കാര്യകാരണ സഹിതം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ശാഖയാണ് ഈ ഒരു സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സയൻസിന്റെ ചില ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. സിസ്റ്റമറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ്. സിസ്റ്റമറ്റൈസ്ഡ് എന്ന് പറഞ്ഞാൽ ചിട്ടയായിട്ടുള്ള അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള, അപ്പൊ അറിവിന്റെ ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഒരു രൂപമാണ് ഈ ഒരു സയൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ നോളജിന്റെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു രൂപമാണ് ഈ ഒരു സയൻസ് എന്ന് പറയുന്നത്. അതുപോലെ പ്രിൻസിപ്പിൾസ് ബേസ്ഡ് ഓൺ എക്സ്പെരിമെന്റേഷൻ. നമുക്കറിയാം അല്ലേ, സയൻസിലെ എല്ലാ പ്രിൻസിപ്പിൾസും ഒരുപാട് ഒബ്സർവേഷൻസിലൂടെ, ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ടുള്ള എക്സ്പെരിമെന്റേഷൻസിലൂടെ, അങ്ങനെയൊക്കെ ഒരുപാട് എക്സ്പെരിമെന്റ്സ് ഒക്കെ റിപ്പീറ്റ് ചെയ്തിട്ടാണ് ഓരോ പ്രിൻസിപ്പിൾസും ഫോം ചെയ്യുന്നത്. അപ്പോൾ പ്രിൻസിപ്പിൾസ് ആർ ബേസ്ഡ് ഓൺ എക്സ്പെരിമെന്റേഷൻ ആണ്. അതാണ് മറ്റൊരു ഫീച്ചർ ആയിട്ട് വരുന്നത്. പിന്നെ യൂണിവേഴ്സൽ വാലിഡിറ്റി. യൂണിവേഴ്സലി എല്ലാ പ്രിൻസിപ്പിൾസും, സയൻസിലെ എല്ലാ ലോസും വാലിഡ് ആണെന്ന് നമുക്കറിയാം അല്ലെ. യൂണിവേഴ്സലി അത് വാലിഡ് ആണ്. എല്ലാ സയന്റിഫിക് ആയിട്ടുള്ള എല്ലാ പ്രിൻസിപ്പിൾസും യൂണിവേഴ്സലി ആപ്ലിക്കബിളുമാണ്. ഇതൊക്കെയാണ് സയൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകൾ. ഇനി മാനേജ്മെന്റ് ഈ ഒരു സവിശേഷതകളൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ സയൻസിന്റെ സവിശേഷതയാണ് സിസ്റ്റമറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ്. മാനേജ്മെന്റ് അങ്ങനെയുണ്ടോ? മാനേജ്മെന്റിനും ഒരു സിസ്റ്റമറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ് ഉണ്ട്. ഒരുപാട് മാനേജ്മെന്റ് തിങ്കേഴ്സ് ഒരുപാട് തിയറീസും പ്രിൻസിപ്പിൾസും ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഏതൊരു ഓർഗനൈസ്ഡ് ആക്ടിവിറ്റിയിലുള്ളതുപോലെ മാനേജ്മെന്റിന് സ്വന്തമായിട്ടൊരു വൊക്കാബുലറി ഉണ്ട്. പല ടേംസും പല കോൺസെപ്റ്റിനും ഒക്കെ, അത് പല കമ്മ്യൂണിക്കേഷൻസിന് വേണ്ടിയിട്ട്, ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിനൊക്കെ വേണ്ടിയിട്ട് മാനേജ്മെന്റിനും പ്രത്യേകമായിട്ടുള്ള വൊക്കാബുലറീസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ സ്പോർട്സിന്റെ കേസ് എടുത്താലും, ഇപ്പോൾ ക്രിക്കറ്റ് ഒക്കെ കളിക്കുന്ന സമയത്ത് നമുക്കറിയാം ഒരു കോമൺ വൊക്കാബുലറി നമ്മൾ പല ടേംസ് യൂസ് ചെയ്യാറുണ്ടല്ലോ. അതേപോലെ തന്നെ മാനേജ്മെന്റിനും മാനേജേഴ്സ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി, ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് അവിടെ ഒരു കോമൺ വൊക്കാബുലറി ഉണ്ട്. അപ്പം മാനേജ്മെന്റിനും സിസ്റ്റമറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ് ഉണ്ടെന്ന് നമ്മൾക്ക് പറയാം. അതുപോലെ മറ്റൊരു സവിശേഷതയായിരുന്നു സയൻസിന്റെ പ്രിൻസിപ്പിൾസ് ബേസ്ഡ് ഓൺ എക്സ്പെരിമെന്റേഷൻ. ഈ ഒരു മാനേജ്മെന്റിനും
ഈ ഒരു ഒരുപാട് എക്സ്പെരിമെന്റ്സിന് ശേഷം ഒരുപാട് ഒബ്സർവേഷൻസിന് ശേഷം തന്നെയാണ് ഈ ഒരു പ്രിൻസിപ്പിൾസ് ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇവിടെയുള്ള ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ മാനേജ്മെന്റ് മെയിൻലി ഡീൽ ചെയ്യുന്നത് ആളുകളുമായിട്ടാണ്, ഹ്യൂമൻ ബീങ്സുമായിട്ട്, ഹ്യൂമൻ ബിഹേവിയറുമായിട്ടാണ് അല്ലെ. അപ്പൊ ആളുകളുടെ ബിഹേവിയർ മാറുന്നതിനനുസരിച്ച് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, അത് എൻവയോൺമെന്റ് മാറിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് പല മോഡിഫിക്കേഷൻസിനും ആ ഒരു പ്രിൻസിപ്പിൾസിൽ അല്ലെങ്കിൽ ആ മെയിൻ ആയിട്ടുള്ള ഒരു സ്ഥാപനത്തിന്റെ ഒബ്ജക്റ്റീവിൽ വരെ നമുക്ക് മോഡിഫിക്കേഷൻസ് വരുത്തേണ്ടി വരും. അപ്പൊ ഈ മാനേജ്മെന്റ് മെയിൻലി ഡീൽ ചെയ്യുന്നത് ആളുകളുമായിട്ടും അവരുടെ ബിഹേവിയറുമായിട്ടായതുകൊണ്ട് തന്നെ നമ്മൾക്ക് ആക്യുറേറ്റ് ആയിട്ട് ഒരു എക്സ്പെരിമെന്റ് നടന്നാൽ തന്നെ ഒരു ആക്യുറേറ്റ് ആയിട്ട് നമ്മൾക്ക് ആ ഒരു റിസൾട്ട് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. കാരണം ആളുകളുടെ ബിഹേവിയർ എപ്പോൾ വേണമെങ്കിലും മാറല്ലേ, നമ്മൾക്ക് ഹ്യൂമൻ ബിഹേവിയർ പ്രെഡിക്റ്റബിൾ അല്ല ഒരിക്കലും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രിൻസിപ്പിൾസ് എല്ലാം എക്സ്പെരിമെന്റേഷനെ ബേസ് ചെയ്തിട്ടാണെങ്കിലും പല റിസൾട്ടുകളും ഇപ്പൊ നമ്മൾ ഒരു എക്സ്പെരിമെന്റ് ഇപ്പോൾ മാനേജ്മെന്റിൽ നമ്മൾ എന്തെങ്കിലും ഒരു എക്സ്പെരിമെന്റ് നടത്തി കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് നമ്മൾക്ക് ഒരിക്കലും ആക്യുറേറ്റ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളതാണ് ഒരു കുഴപ്പമായിട്ട് വരുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ഒരു മാനേജ്മെന്റിനെ നമ്മൾ സയൻസ് എന്ന് നമുക്ക് വിളിക്കാനായിട്ട് സാധിക്കില്ല. അതിന് പകരം ഒരു ഇൻഎക്സാക്ട് സയൻസ് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് സയൻസ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട് കേട്ടോ. അതുപോലെ ഈ ഒരു യൂണിവേഴ്സൽ വാലിഡിറ്റി ആണെങ്കിലും മാനേജ്മെന്റിന് നമ്മൾ പറഞ്ഞു ഇത് മാനേജ്മെന്റിൽ പല ടെക്നിക്സും ടൂൾസും ഒക്കെ യൂണിവേഴ്സൽ ആപ്ലിക്കബിൾ ആണെങ്കിൽ പോലും സയൻസിനെ വെച്ച് നോക്കുമ്പോൾ അതേപോലെ തന്നെ ആയിരിക്കില്ല. സയൻസിൽ നമ്മളൊരു തിയറി ഒരു പ്രിൻസിപ്പിൾ കൊടുത്താൽ അത് എല്ലാവരും ഒരേപോലെ ആയിരിക്കും അപ്ലൈ ചെയ്യുക അല്ലെ. പക്ഷേ മാനേജ്മെന്റിന്റെ കേസിൽ അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് സാഹചര്യങ്ങൾക്കനുസരിച്ച് ആ ഒരു ആപ്ലിക്കേഷനിൽ വ്യത്യാസങ്ങൾ വന്നേക്കാം. അപ്പോൾ ആ ഒരു പ്രിൻസിപ്പിൾസിലും തിയറീസിലും ഒക്കെ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ വന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് ഈ ഒരു മാനേജ്മെന്റിനെ ഒരു സയൻസ് എന്ന് വിളിക്കുന്നതിന് പകരം അതിനെ ഒരു ഇൻഎക്സാക്ട് സയൻസ് അഥവാ സോഫ്റ്റ് സയൻസ് എന്നാണ് നമ്മൾ വിളിക്കുക. സോ മാനേജ്മെന്റ് ഈസ് ആൻ ഇൻഎക്സാക്ട് ഓർ സോഫ്റ്റ് സയൻസ് എന്ന് നമ്മൾക്ക് പറയാം. അപ്പോൾ നമുക്ക് എന്താണ് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്? മാനേജ്മെന്റ് ഹാസ് ഫീച്ചേഴ്സ് ഓഫ് ബോത്ത് ആർട്ട് ആൻഡ് സയൻസ്. ആർട്ടിന്റെയും സയൻസിന്റെയും ഫീച്ചേഴ്സ് മാനേജ്മെന്റിനുണ്ട്. അതുപോലെ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ മാനേജ്മെന്റ് ആസ് എൻ ആർട്ട് and a science are therefore not mutually exclusive but complement each other. Not mutually exclusive എന്ന് പറഞ്ഞാൽ രണ്ടും ഒരുമിച്ച് നമുക്ക് പറയാം. അതായത് അവിടെ ഒരു കോൺഫ്ലിക്റ്റ് വരേണ്ട കാര്യമില്ല. അത് മാനേജ്മെന്റ് ആർട്ട് മാത്രമാണ്, മാനേജ്മെന്റ് സയൻസ് മാത്രമാണ് എന്ന് പറഞ്ഞാൽ ഒരു കോൺഫ്ലിക്റ്റ് വരേണ്ട കാര്യമില്ല. രണ്ടും നമുക്ക് ഒരേപോലെ പറയാം. ഒരു ആർട്ടിന്റെ രീതിയിൽ മാനേജ്മെന്റ് നമുക്ക് അപ്രോച്ച് ചെയ്യാം, അതുപോലെ ഒരു സയന്റിഫിക് ആയിട്ടുള്ള അപ്രോച്ച് നമുക്ക് മാനേജ്മെന്റിൽ ആവശ്യമാണ്. അപ്പൊ നമുക്ക് ഒരുമിച്ച് അത് കൊണ്ടുപോകണം അല്ലെ. മാനേജ്മെന്റ് ഒരു ആർട്ടുമാണ്, അതുപോലെ സയൻസുമാണ്, രണ്ടും കോംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. അതാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് കേട്ടോ. സോ മാനേജ്മെന്റ് ആസ് എൻ ആർട്ട് ആൻഡ് സയൻസ് ആർ ദെയർഫോർ നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ബട്ട് കോംപ്ലിമെന്റ് ഈച്ച് അതർ. പല രീതിയിലേക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കും. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് പ്രോബ്ലമൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ അതെന്താണെന്ന് മനസ്സിലാവാതെ പോകാറില്ല. അതിന് വേണ്ടിയിട്ടാണ് പ്രത്യേകമായിട്ട് കൊടുത്തിട്ടുള്ളത്. സോ മാനേജ്മെന്റിന് ആ ഒരു ആർട്ടിന്റെയും സയൻസിന്റെയും രണ്ടിന്റെയും ഫീച്ചേഴ്സ് ഉണ്ട്. ഇനി മാനേജ്മെന്റ് ഒരു പ്രൊഫഷൻ ആണോ എന്ന് നമുക്ക് നോക്കാം. എല്ലാ ജോലികളെയും നമ്മൾ പ്രൊഫഷൻ എന്ന് വിളിക്കാറില്ല അല്ലെ. പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ ചില പ്രത്യേക കഴിവും സ്കിൽസും ഒക്കെയുള്ള പേഴ്സണൽ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ജോലികളെയാണ് നമ്മൾ പ്രൊഫഷൻ എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ ഒരു ഡോക്ടർ ആയിക്കോട്ടെ, അഡ്വക്കേറ്റ്, ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഒക്കെ ഒരു പ്രൊഫഷൻ ആണല്ലേ. അതൊരു പ്രൊഫഷനാണ്. അവർക്ക് പ്രത്യേകമായിട്ടുള്ള കഴിവും സ്കിൽസും ഉണ്ട്. അവർ പേഴ്സണൽ സർവീസുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഒരു പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ അതിന് വേണ്ട സവിശേഷതകൾ എന്ന് നമുക്ക് നോക്കാം. വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ്. എല്ലാ പ്രൊഫഷനും കൃത്യമായി ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു നോളജിന്റെ അടിസ്ഥാനമുണ്ട്. ഒരു വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ് ഉണ്ട്. അതാണ് ആദ്യത്തെ സവിശേഷത. അതുപോലെ റെസ്ട്രിക്റ്റഡ് എൻട്രി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഈ ഒരു പ്രൊഫഷനിലേക്ക് ക്വാളിഫൈ ആവണം എന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമുക്കറിയാം ഒരു ഡോക്ടറായിട്ട് നമ്മൾ മാറുന്നുണ്ടെങ്കിൽ MBBS എക്സാം പാസ് ആവണം അല്ലെ. അതുപോലെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിട്ട് നമുക്ക് ഇന്ത്യയിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ നടത്തുന്ന ആ ഒരു എക്സാം നമ്മൾ പാസ്സാവണം അല്ലേ. അതുപോലെ ഒരു റെസ്ട്രിക്റ്റഡ് എൻട്രി ആണ്. എല്ലാവർക്കും ഇതുപോലെ ഒരു പ്രൊഫഷനിലേക്ക് കടക്കാനായിട്ട് പറ്റില്ല. ചില പ്രത്യേക പരീക്ഷകൾ, ചില പ്രത്യേക ഡിഗ്രീസ് ഒക്കെ നമ്മൾ പാസ്സാവേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു പ്രൊഫഷനിലേക്ക് കടക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അവിടെ ഒരു റെസ്ട്രിക്റ്റഡ് എൻട്രി വരുന്നുണ്ട്. അതുപോലെ പ്രൊഫഷണൽ അസോസിയേഷൻസ്. ഇപ്പോൾ എല്ലാ പ്രൊഫഷനും അവരുടേതായിട്ടുള്ള സംഘടനകൾ ഉണ്ടാവും, അസോസിയേഷൻസ് ഉണ്ടാവും. അപ്പോൾ ഈ അസോസിയേഷൻസിൽ അവരുടേതായിട്ടുള്ള ചില പെരുമാറ്റ ചട്ടങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നടപ്പിലാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എല്ലാ പ്രൊഫഷണൽസും ഈ അസോസിയേഷന്റെ ഭാഗമായിരിക്കും. അപ്പോൾ അവരുടെ പ്രവർത്തനങ്ങളെല്ലാം ഈ ഒരു അസോസിയേഷനിൽ പറയുന്ന പ്രകാരം അവരുടെ നിയന്ത്രണത്തിലായിരിക്കും ഉണ്ടാവുക. അല്ലെങ്കിൽ ആ ഒരു അസോസിയേഷനിൽ പറഞ്ഞിരിക്കുന്ന നിയമങ്ങൾ പ്രകാരമൊക്കെയാണ് ഈ ഒരു ആളുകൾ, ഈ ഒരു പ്രൊഫഷണൽസ് ആ ഒരു പ്രവർത്തനങ്ങൾക്ക് നടത്തേണ്ടത്. അപ്പോൾ അവർക്ക് എപ്പോഴും ഒരു അസോസിയേഷൻ ഉണ്ടാവും, പ്രൊഫഷണൽ അസോസിയേഷൻസ് ഉണ്ടാവും. അതാണ് മറ്റൊരു
സവിശേഷത. അതുപോലെ എത്തിക്കൽ കോഡ് ഓഫ് കണ്ടക്ട്. എന്താണ് എത്തിക്കൽ കോഡ് ഓഫ് കണ്ടക്ട്? അതായത് പെരുമാറ്റച്ചട്ടങ്ങൾ എന്ന് പറയും. അതായത് അവരുടെ ഈ ഒരു അസോസിയേഷനിൽ അംഗമായിട്ടുള്ളവർക്ക് കുറെ പെരുമാറ്റച്ചട്ടങ്ങളുണ്ട്. ഡൂസ് ആൻഡ് ഡോൺസ് എന്ന് പറയുന്നത് നിങ്ങൾ ഏത് രീതിയിൽ വേണം പ്രവർത്തിക്കാനായിട്ട്. ഒരു പ്രത്യേകമായിട്ടുള്ളൊരു പേഴ്സണൽ സർവീസ് ആണല്ലേ. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത്, എന്താണ് നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്തത്, ഡൂസ് ആൻഡ് ഡോൺസ് ഒക്കെ പ്രത്യേകമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള പെരുമാറ്റച്ചട്ടങ്ങളൊക്കെ പാലിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതൊക്കെ പാലിച്ചു വേണം ആ ഒരു പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ എത്തിക്കൽ കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറയുന്നതും ഈ ഒരു പ്രൊഫഷന്റെ മറ്റൊരു സവിശേഷതയാണ്. അതുപോലെ സർവീസ് മോട്ടീവ്, സേവന സന്നദ്ധത. അതായത് ഇങ്ങനെയുള്ള എല്ലാ പ്രൊഫഷൻസും ഒരു സർവീസ് ആണ് ആക്ച്വലി ചെയ്യുന്നത്. ഒരു പേഴ്സണൽ സർവീസ് ആണ്. ഇപ്പോൾ ഡോക്ടേഴ്സ് ആയാലും നല്ലൊരു ട്രീറ്റ്മെന്റ് ഒരു രോഗികൾക്ക് കൊടുക്കുക എന്ന് പറയുന്നത് അവരുടെ ഒരു സർവീസ് ആണല്ലേ അത്. ഒരു നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കണം. ഇപ്പോൾ ഒരു വക്കീലാണെങ്കിലും അവരുടെ അടുത്ത് വരുന്ന ക്ലയന്റിന് ഏറ്റവും നല്ല രീതിയിൽ ഒരു നീതി ഉറപ്പാക്കി കൊടുക്കുക, ഏറ്റവും നല്ല നിയമസഹായം കൊടുക്കുക എന്ന് പറയുന്നതാണ് അവരുടെ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സർവീസ് മോട്ടീവും ഇവിടെ ഒരു പ്രൊഫഷന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഇത്രയുമാണ് ഒരു പ്രൊഫഷന്റെ സവിശേഷതകൾ എന്ന് പറയുന്നത്. ഇനി മാനേജ്മെന്റ് ഒരു പ്രൊഫഷൻ ആണോ എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ഒരു സവിശേഷതയാണ് വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ്. അത് നമുക്കിപ്പോൾ അറിയാം അല്ലെ, മാനേജ്മെന്റിന്റെ ഒരു വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ് ഉണ്ട്. അപ്പോൾ ആ ഒരു സവിശേഷത പ്രൊഫഷനും മാനേജ്മെന്റിനും രണ്ടിനും ഉണ്ട്. അതുപോലെ റെസ്ട്രിക്റ്റഡ് എൻട്രി. പ്രൊഫഷൻ ആണെങ്കിൽ നമുക്കറിയാം പ്രത്യേക പരീക്ഷ പാസ്സാവണം അല്ലെങ്കിൽ പ്രത്യേക ഡിഗ്രി ഒക്കെ ഉണ്ടാവണം അല്ലേ. എന്നാൽ മാനേജ്മെന്റിന് അങ്ങനെ നിർബന്ധമൊന്നും പറയുന്നില്ല. പൂർണ്ണമായിട്ട് റെസ്ട്രിക്റ്റഡ് എൻട്രി ഉണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയില്ല. കാരണം ഇപ്പോൾ വേണമെങ്കിലും വിദ്യാഭ്യാസ യോഗ്യത ഒന്നും നോക്കാതെ തന്നെ ഒരാളെ നമുക്ക് ഒരു സ്ഥാപനത്തിൽ മാനേജറായിട്ട് നിയമിക്കാം. അപ്പോൾ ഒരു നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയൊന്നും ഈ ഒരു മാനേജർ ആവാനായിട്ട് നിയമപരമായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് റെസ്ട്രിക്റ്റഡ് എൻട്രി എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടൊരു നമുക്ക് റെസ്ട്രിക്റ്റഡ് എൻട്രി ആണ് എന്ന് പറയാനായിട്ട് സാധിക്കുകയില്ല. വിദ്യാഭ്യാസ യോഗ്യത നോക്കാതെ വേണമെങ്കിൽ ഒരാളെ സ്ഥാപനത്തിലേക്ക് മാനേജറായിട്ട് നിയമിക്കാം. പക്ഷെ ഇപ്പോൾ എല്ലാ സ്ഥാപനങ്ങളിലൊക്കെ എക്സ്പീരിയൻസും അവരുടെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് മാനേജറായിട്ട് നിയമിക്കുന്നത് അല്ലെ. പക്ഷെ അങ്ങനെ നിയമപരമായിട്ട് ഒരു നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യത ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു ഫീച്ചർ നമ്മളുടെ മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു മാനേജ്മെന്റ് ഉണ്ട് എന്ന് നമുക്ക് പൂർണ്ണമായിട്ടുണ്ടെന്ന് പറയാനായിട്ട് സാധിക്കുകയില്ല അല്ലെ. അതുപോലെ പ്രൊഫഷണൽ അസോസിയേഷൻ സംഘടനകൾ. ഇന്ത്യയിലെ മാനേജേഴ്സിന് വേണ്ടിയിട്ട് ഓൾ ഇന്ത്യ മാനേജ്മെന്റ് അസോസിയേഷൻ പോലെയുള്ള ഒരുപാട് അസോസിയേഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും എല്ലാ മാനേജേഴ്സും ഒരു അസോസിയേഷന്റെ ഭാഗമാകണമെന്നോ അല്ലെങ്കിൽ അസോസിയേഷനിൽ പറഞ്ഞിരുന്ന പെരുമാറ്റ ചട്ടങ്ങൾ പാലിക്കണമെന്ന നിർബന്ധമൊന്നും പറയുന്നില്ല. അപ്പോൾ പ്രൊഫഷണൽ അസോസിയേഷൻ എന്ന് പറയുന്ന ഫീച്ചറും നമ്മൾക്ക് ഈ ഒരു മാനേജ്മെന്റിൽ പൂർണ്ണമായിട്ടും ഇവിടെ വരുന്നില്ല അല്ലെ. ആ ഒരു സവിശേഷതയായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയില്ല. പിന്നെ എത്തിക്കൽ കോഡ് ഓഫ് കോണ്ടക്ട്, ഒരു പെരുമാറ്റ ചട്ടങ്ങൾ എല്ലാ മാനേജേഴ്സിനും പൊതുവായിട്ട് ബാധകമായിട്ടുള്ള പെരുമാറ്റ ചട്ടവും നിലവിലില്ല. അതുകൊണ്ട് നമുക്ക് എത്തിക്കൽ കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറയുന്ന ആ ഒരു സവിശേഷതയും നമ്മുടെ മാനേജ്മെന്റ് ഉണ്ടെന്ന് പറയാനായിട്ട് സാധിക്കുകയില്ല. പിന്നെ അടുത്തൊരു സവിശേഷതയാണ് സർവീസ് മോട്ടീവ്. നമ്മളുടെ ഈ ഒരു മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ആ ഒരു ബിസിനസിന്റെ ലക്ഷ്യങ്ങൾ, അതായത് മാക്സിമം പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്നത് തന്നെയായിരിക്കും എല്ലാ സ്ഥാപനങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. എന്നാലും ഒരുപാട് നാളുകളിൽ ആ ഒരു സ്ഥാപനത്തിന് ആ സമൂഹത്തിൽ സർവൈവ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സമൂഹത്തെ കൂടി ആ ഒരു മാനേജ്മെന്റ് ആ ഒരു ബിസിനസ് സ്ഥാപനം പരിഗണിക്കേണ്ടതുണ്ട്. സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള പ്രൊഡക്ട്സ് ഏറ്റവും ചുരുങ്ങിയ വിലയിൽ പ്രൊവൈഡ് ചെയ്യുക, നിലവാരമുള്ള ക്വാളിറ്റിയുള്ള പ്രൊവൈഡ് ചെയ്യുക. അങ്ങനെ സമൂഹത്തെ കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കണം അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും. എന്നാൽ മാത്രമേ ആ ഒരു സമൂഹത്തിൽ കൂടുതൽ നാൾ ആ ഒരു സ്ഥാപനത്തിന് സർവൈവ് ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് സർവീസ് മോട്ടീവ് എന്ന് പറയുന്നത് മാനേജ്മെന്റിന്റെ ഒരു സവിശേഷതയായിട്ട് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ പ്രൊഫഷന്റെ എല്ലാ സവിശേഷതകളൊന്നും ഒരു മാനേജ്മെന്റിന് പാലിക്കുന്നില്ല അല്ലെ. വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ് മാനേജ്മെന്റിന് ഉണ്ട്, സർവീസ് മോട്ടീവ് മാനേജ്മെന്റിന് ഉണ്ട്. പക്ഷെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ടും ഈ ഒരു മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ മാനേജ്മെന്റിന്റെ ഒരു സവിശേഷതയായിട്ട് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് ഇസ് നോട്ട് എ ഫുൾ ഫ്ലെഡ്ജ്ഡ് പ്രൊഫഷൻ എന്ന് നമ്മൾക്ക് പറയാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് മാനേജ്മെന്റ് ഇസ് നോട്ട് എ ഫുൾ ഫ്ലെഡ്ജ്ഡ് പ്രൊഫഷൻ എന്ന് നമ്മൾക്ക് പറയാം. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ മാനേജ്മെന്റ് ഒരു ആർട്ടാണോ, ഒരു സയൻസ് ആണോ, ഒരു പ്രൊഫഷൻ ആണോ എന്നാണ് നോക്കിയത്. നമ്മുടെ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ സിമ്പിൾ ആണെങ്കിലും നിങ്ങൾ ഈ ഒരു പോയിന്റ്സ് ഒക്കെ ഒന്ന് പഠിച്ചു വെക്കുക. എന്തുകൊണ്ട് മാനേജ്മെന്റ് ഒരു ആർട്ട് ആവുന്നു അല്ലെങ്കിൽ ഒരു സയൻസ് ആവുന്നു, അതൊരു പ്രൊഫഷൻ ആണോ അല്ലെങ്കിൽ പ്രൊഫഷൻ അല്ല എന്നുണ്ടെങ്കിൽ എന്താണ് കാരണം, അതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക കേട്ടോ. ചിലപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് പ്രോബ്ലം ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. താങ്ക് യു. ലേൺ ഫാസ്റ്റ് എഡ്യൂക്കേറ്റ് ഈ ജാനുവരി 10 ആരംഭിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക് ലെസ് 10 ഗ്രേഡ് 2 ഓൺലൈൻ കോച്ചിങ്ങിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പറയുകയാണ്.
സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 ഓൺലൈൻ കോച്ചിംഗ് ക്ലാസുകൾ ഈ വരുന്ന ജാനുവരി 10-നാണ് ആരംഭിക്കുന്നത്. ലേൺ ഫാസ്റ്റ് എഡ്യൂക്കേറ്റിന്റെ ആപ്പിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് ക്ലാസുകൾ ലഭ്യമാവുക. ലേൺ ഫാസ്റ്റ് എഡ്യൂക്കേറ്റിന്റെ ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. എല്ലാ ക്ലാസ്സുകളും റെക്കോർഡഡ് ക്ലാസ്സുകളാണ്. റെക്കോർഡഡ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ആ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാം. റെക്കോർഡ് ക്ലാസ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വാട്സപ്പിലൂടെ ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാവുന്നതാണ്. റെക്കോർഡ് ക്ലാസ്സിനോടൊപ്പം തന്നെ PDF നോട്ട്സും ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. ഇതിനോടൊപ്പം നമ്മുടെ സിലബസിലുള്ള ഓരോ ടോപ്പിക്കും ബേസ് ചെയ്തുകൊണ്ട് മോക്ക് ടെസ്റ്റുകളും ഉണ്ടാകുന്നതാണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എത്ര തവണ വേണമെങ്കിലും ഓരോ മോക്ക് ടെസ്റ്റും അറ്റംപ്റ്റ് ചെയ്യാം. അതുപോലെ നമ്മുടെ മെയിൻ എക്സാമിനോട് അടുത്തുള്ള ദിവസങ്ങളിലായിട്ട് മോഡൽ എക്സാമും ഉണ്ടായിരിക്കുന്നതാണ്. നമ്മുടെ ഈ ഒരു കോഴ്സിന്റെ ടോട്ടൽ ഫീ എന്ന് പറയുന്നത് 5509 rupees ആണ്. നിങ്ങൾക്ക് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് പേ ചെയ്യാനുള്ള ഓപ്ഷനും ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 തസ്തികയിലേക്ക് മറക്കാതെ തന്നെ ജാനുവരി 29-ന് മുൻപായിട്ട് അപ്ലൈ ചെയ്യുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക്